പാതിവല തട്ടിപ്പിൽ അനന്തുകൃഷ്ണനെ വീണ്ടും ജയിലിലേക്ക് പോയിരിക്കുന്നു. കസ്റ്റഡി കാലാവധി അവസാനിച്ചു. കോടതിയിൽ ഹാജരാക്കി ഇന്നലെ വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ കേസിൽ പുതിയ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് വാഹന കമ്പനികളിൽ നിന്നും കമ്മീഷൻ ഇനത്തിൽ വാങ്ങിയത് 5000 രൂപ മുതലാണ്. വലിയ തട്ടിപ്പാണ്. അതെ, എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകൾ പറയുന്നതാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. അതെ, അപ്പൊ അതാരാണ് ആ വാർത്ത ഇന്ന് നമുക്ക് തരുന്നത്? അമലാണ്. അമൽ കൊച്ചിയിൽ നിന്ന്. അമൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അമൽ. ഗുഡ് മോർണിംഗ്. ഉണ്ടല്ലേ, ഞാൻ ഗുഡ് മോർണിംഗ് ഇല്ല. അപ്പോൾ ഗുഡ് മോർണിംഗ്. ശരി, നമ്മുടെ ഗുഡ് മോർണിംഗ് അവിടെ എത്താൻ വൈകിയതാണ്. കൊച്ചിയിലല്ലേ, അങ്ങ് ദൂരെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് കേസിന്റെ അന്വേഷണം? എവിടേക്ക് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ വാർത്താ രൂപത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കേണ്ടത്? അമൽ പറയും. ശരത്, ഈ പകുതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ചിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇതിലെ പ്രധാന പ്രതിയായ അനന്തുകൃഷ്ണനെ മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിൽ നിന്നും ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി അതിനുശേഷമായിരുന്നു റിമാൻഡ് ചെയ്തത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഈ വാഹന കമ്പനികളിൽ നിന്നും വലിയ തുക ഇദ്ദേഹം കമ്മീഷൻ ഇനത്തിൽ വാങ്ങിയിട്ടുണ്ട് എന്നതാണ്. ഇത്തരത്തിൽ ഈ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നൽകാമെന്ന് പറഞ്ഞാണ് ആവശ്യക്കാരെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഈ വാഹന കമ്പനികളിൽ നിന്നും ഒരു വാഹനത്തിന് ഏറ്റവും കുറവ് 5000 രൂപ വരെ വാങ്ങിയിട്ടുണ്ട് കമ്മീഷനായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഏകദേശം 7.5 കോടിയോളം രൂപ ഈ കമ്മീഷൻ ഇനത്തിൽ അനന്തുകൃഷ്ണൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്നും നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്മീഷൻ ഇനത്തിൽ അടക്കം കിട്ടിയ തുകയിൽ നിന്നുമാണ് ഈ ലാലി വിൻസെന്റിന് അടക്കം അതിൻ്റെ ലാഭവിഹിതം നൽകിയത് എന്നും ആണ് മനസ്സിലാക്കുന്നത്. എന്തു തന്നെയായാലും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ്. ആദ്യഘട്ടം മുതൽ തന്നെ മനസ്സിലായ കാര്യമാണ് ഈ ഒരു പകുതിവില തട്ടിപ്പിൽ സംസ്ഥാനത്തെ ഉന്നത കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ BJPയുടെയും നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ളത്. അതിനാൽ തന്നെ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്, ഒപ്പം തന്നെ AN രാധാകൃഷ്ണൻ, അനന്തകുമാർ അടക്കമുള്ളവരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഇത്തരത്തിൽ അനന്തുകൃഷ്ണനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുവാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ വലിയ തുകയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാകുന്ന സാഹചര്യത്തിലാണ് വീണ്ടും കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെടാൻ ഉള്ള ഒരു സാധ്യത കൂടി നിലവിലുള്ളത്. നിലവിൽ 982 പരാതികളാണ്. അതിൽ 352 പരാതികൾ പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 34 കേസുകളുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ അന്വേഷണം ഊർജിതമാകുന്ന ഒരു സാഹചര്യമാണ്. അതിനാൽ തന്നെ ഇത്തരത്തിൽ വീണ്ടും കസ്റ്റഡിയിലേക്ക് അനന്തുകൃഷ്ണൻ ആവശ്യപ്പെടുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ ലാലി വിൻസെന്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു സാമ്പത്തിക സ്രോതസ് ഏതൊക്കെയാണ്, അത്തരത്തിൽ പണമിടപാട് എങ്ങനെയൊക്കെയാണ് നടന്നത്, അതുമായി ബന്ധപ്പെട്ടും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ അനന്തുകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. 23 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ 4 കോടിയോളം രൂപ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ശരി, ഇപ്പോൾ അമൽ സൂചിപ്പിച്ചതിൽ 1-2 കാര്യങ്ങൾ കൂടി. അതായത് നാട്ടിലെ മുഴുവൻ ആളുകളെയും പറ്റിച്ച് വലിയ തോതിൽ കോടികൾ ഈ തട്ടിപ്പിലൂടെ ഉണ്ടാക്കി. അതേ ആൾ തന്നെ, അതേ സംഘം തന്നെ ഈ വാഹന ഉടമകളിൽ നിന്ന് കമ്മീഷനും അടിച്ചു മാറ്റി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ലാലി വിൻസെൻ്റ് കഴിഞ്ഞ ദിവസവും, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻ്റ് അമൽ കഴിഞ്ഞ ദിവസവും ഇക്കാര്യത്തിൽ പറഞ്ഞത് അയാളെ കുറ്റപ്പെടുത്താനില്ല എന്നാണ്. നാട് മുഴുവൻ നാട്ടുകാരെ പറ്റിച്ച ഒന്നാം തരം തട്ടിപ്പുകാരനെ പ്രതിയെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താനില്ല എന്ന മട്ടിലല്ലേ കോൺഗ്രസ് നേതാവായിട്ടുള്ള ലാലി വിൻസെൻ്റ് ഇക്കാര്യത്തിൽ സംസാരിച്ചത്. മൂന്നാമത്തെ കാര്യം, ആനന്ദ് കുമാർ അടക്കം, അതുപോലെ ഈ സീഡ് സംഘങ്ങളും ഒക്കെയായി ചേർന്ന് ഈ തട്ടിപ്പിന് ആളുകളെ ചേർത്ത് കൊടുത്ത് ഇവരുടെ തട്ടിപ്പിനൊപ്പം നിന്നു. ആ തട്ടിപ്പിൽ ഇങ്ങനെ ഇവരൊപ്പം നിന്നതാണോ, അവർ വഞ്ചിക്കപ്പെട്ടതാണോ, ആ നിലയിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ആളുകളുണ്ട്, സഹകരിച്ചവരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ക്രൈംബ്രാഞ്ച് നേരത്തെ അമൽ പറഞ്ഞതുപോലെ വൈകാതെ ചോദ്യം ചെയ്യുന്നതിലേക്ക് നീങ്ങുമോ? 3 കാര്യങ്ങളാണ്. ശരത്, തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ലാലി വിൻസെൻ്റ് അടക്കമുള്ള നേതാക്കളെ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തരത്തിലും, അതായത് പണം സമ്പാദിക്കാൻ വേണ്ടി പറ്റിയ ഒരു മാർഗവും ഇവർ ഒഴിവാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ വാഹന കമ്പനികളിൽ നിന്നും അടക്കം ഈ 5000 രൂപ മുതൽ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അത്തരത്തിൽ 7.5 കോടിക്ക് മുകളിൽ തുക ഇവർ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കേസിൻ്റെ
ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ, അതായത് ലാലി വിൻസെൻ്റ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഒരു ഘട്ടത്തിൽ പോലും അനന്തകൃഷ്ണനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും അവസാനം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴും ലാലി വിൻസെൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ അതായത് നേരെയല്ലാത്ത രീതിയിൽ അനന്തകൃഷ്ണൻ പോയിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ലാലി വിൻസെൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൻ്റെ അക്കൗണ്ടിലേക്ക് 46 ലക്ഷം രൂപ ലഭിച്ചത് അത് താൻ അനന്തകൃഷ്ണനെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്, നേരായ രീതിയിൽ സഹായിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു വാഹന കമ്പനികളിൽ നിന്നും അടക്കം വാങ്ങിയ തുകയിൽ നിന്നുമുള്ള കമ്മീഷനാണ് ഈ ലാലി വിൻസെൻ്റിന് അടക്കം ലഭിച്ചിട്ടുള്ളത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ BJPയുടെയും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെയും സംസ്ഥാനത്തെ ഉയർന്ന നേതാക്കളെ അടക്കം ഉടൻ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി അമൽ.